പാകിസ്ഥാനിൽ അജ്ഞാതർ ഇതുവരെ ഈ കഴിഞ്ഞ 4 വർഷത്തിനിടെ കൊന്നു തള്ളിയത് 30-ലേറെ ലഷ്കർ-ഇ-ത്വയ്ബ ഭീകരന്മാരെ എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ലഷ്കർ-ഇ-ത്വയ്ബ നേതാവ് റിസ്വാൻ ഹനീഫിൻ്റെതാണ് ഈ വെളിപ്പെടുത്തൽ. നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയതിന് ശേഷം രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് റിസ്വാൻ ഹനീഫിൻ്റെ തന്നെ വെളിപ്പെടുത്തൽ. ഈ കഴിഞ്ഞ കാലങ്ങളിലായി ഇന്ത്യൻ ഏജൻസികൾ തങ്ങളെ വളഞ്ഞിട്ട് വേട്ടയാടുന്നു എന്നാണ് ഇയാൾ ആരോപിക്കുന്നത്. അതിൻ്റെ സത്യവും അസത്യവും എന്തു തന്നെയായാലും ഈ കൊടും ഭീകരർക്ക് പാകിസ്ഥാനിൽ സുരക്ഷിത താവളത്തിൽ പോലും കിടക്കപ്പൊറുതിയില്ല എന്നുള്ളത് വ്യക്തമാവുകയാണ്. വാർത്തയിലേക്ക്. ഭാരതം തിരയുന്ന ഭീകരനാണ് റിസ്വാൻ ഹനീഫ്. പെഷവാർ, കറാച്ചി, മുസഫറാബാദ്, റാവൽപിണ്ടി, റാവലാക്കോട്ട് എന്നിവിടങ്ങളിലായാണ് 30-ലേറെ ഭീകരർ കൊല്ലപ്പെട്ടത്. അജ്ഞാതർ കൊന്നതിലേറെയും 2008-ലെ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധമുള്ളവരെന്ന് റിസ്വാൻ ഹനീഫ് പറയുന്നു. ആദ്യമായാണ് ഭീകര സംഘടനയുടെ ഉന്നതൻ അജ്ഞാതൻ നടത്തിയ കൊലപാതകങ്ങൾ പരസ്യമായി സമ്മതിക്കുന്നത്. हिंदुस्तान की खुफिया एजेंसीज ने उसको यहाँ आजाद कश्मीर के अंदर भी अमन और चैन से नहीं रहने दिया. अपने जर खरीद एजेंटों के जरिए से उसको यहाँ पर शहीद किया गया. ये पहला वाकया नहीं है. गुज़श्ता 3-4 सालों के अंदर 30 से ज्यादा वाकयात हो चुके हैं कि हमारे भाइयों को शहीद किया गया. किसी को पेशावर में, किसी को कराची में, किसी को पिंडी में, किसी को रावलाकोट में, किसी को मुजफ्फराबाद में. जुर्म क्या है? അജ്ഞാതാക്രമണങ്ങൾക്ക് പിന്നിൽ ഹിന്ദുസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസികളെന്നും ലഷ്കർ ഭീകരൻ പറയുന്നു. റിസ്വാൻ ഹനീഫിന്റെ വീഡിയോയുടെ ആധികാരികത ഭാരതത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗം പരിശോധിച്ചുറപ്പിച്ചു. ലഷ്കർ ഭീകരൻ ഹിന്ദുമതത്തിനെതിരെയും മോശം പരാമർശം നടത്തി. നേരത്തെ തന്നെ പാകിസ്ഥാനിലെ ഭീകരർക്കെതിരായ അജ്ഞാത ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഭാരതം തള്ളിയിരുന്നു. ജനം, ഡൽഹി.